സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ ആ നാരദനിൽ നിന്ന് സ്തോത്രമന്ത്രങ്ങൾ ലഭിച്ചതായ ചിത്രകേതു അനന്തനെ തപസ് ചെയ്തു. സപ്തരാത്രേ ലബ്ധാപ്യകുണ്ഠമതിരന്നഭവന്തം. വിദ്യാധരന്മാരുടെ ആധിപത്യം അനന്തൻ അനുഗ്രഹിച്ചു കൊടുത്തു. സ്തോത്രവും മന്ത്രമൊക്കെ നാരദൻ പറഞ്ഞു കൊടുത്തതാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പുത്രൻ നഷ്ടപ്പെട്ട ദുഃഖം അപ്പോഴാവും പലർക്കും ആത്മീയതയിലേക്ക് വരിക. ഏറ്റവും നമുക്കിഷ്ടമുള്ള ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ ചിലർ ആത്മീയതയിലേക്ക് വരാറുണ്ട്. അതുവരെ അത് നോക്കി ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് പൂന്താനത്തിൻ്റെ അവസ്ഥ. അതാണ്ടോ, ആ കുട്ടി മരിച്ചു പോയൊരൊറ്റ കാരണമാണ് അദ്ദേഹം ഇങ്ങനെ ആയത് എന്നാണ്. ഇവിടെ ഇഷ്ടമുള്ള പുത്രൻ നഷ്ടപ്പെട്ടത് കാരണം ആദിശേഷനെ ഉപാസിച്ച് ഞാൻ അപ്പുറമുള്ള കാര്യം പറയുകയാണ്. 7ാമത്തെ ശ്ലോകം. തത്മേ മൃണാളധവളേന തകർത്തശീഷ്ണാരൂപേണ ബദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതോ നുതുബിപ്രസന്നോ ദത്വ ആത്മതത്വം അനുഗൃഹ്യതിരോധദാത. ഏകാണ് കഥ പറഞ്ഞു പോണത്. ഭാഗവതത്തിലൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നൊരു കഥ. 4 അധ്യായമാണ് ചിത്രകേതു ഉപാഖ്യാനം. അതിവിടെ ഒറ്റ ദശകത്തിലും ഏതാനും ശ്ലോകം കൊണ്ടാണ് പറയുക. അനന്തൻ പ്രത്യക്ഷമായതിനെ പറഞ്ഞു. മൃണാളധവളേന, താമരപ്പൂ പോലെ വെള്ളത്താമര എടുക്കണമല്ലോ, വെളുത്തതാണെന്ന് വെച്ചാൽ വെള്ളത്താമര വളയം പോലെ 1000 ശിരസ്സുകളോട് കൂടിയവനും സഹസ്രശീഷ്ണ, പിന്നെയോ പലവരാലും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതും. സിദ്ധന്മാരാൽ അനന്തനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലരും. തസ്മൈ മൃണാളധവളേന സഹസ്രശീഷ്ണ, വെളുത്ത നിറമുള്ളവനും അനവധി സിദ്ധന്മാരാൽ തുതിക്കപ്പെട്ടവനും ആയ അനന്തനാൽ 1000 തലകളോടുകൂടി ബദ്ധനുതി സിദ്ധഗണാവൃതേന, അവരാൽ തുതിക്കപ്പെട്ടുകൊണ്ടും അനന്തൻ അവിടെ ആവിർഭവിച്ചു. ചിത്രകേതുവിൻ്റെ മുമ്പിൽ ആവിർഭവിച്ചു. ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതിപ്രസന്നോ ദത്ത ആത്മതത്വമനുഗൃഹ്യതിരോധദാത. ആത്മവിശ്വാസത്തെ ഗണാവൃതേന രൂപേണ അചിരത പ്രാദുർഭവൻ, തുതിച്ചുകൊണ്ടിരിക്കുന്നതായ സ്വരൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായി. എന്നിട്ടോ ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തു. നുതുബി പ്രസന്നോ, സ്തുതികളാൽ പ്രസന്നനായിട്ട് ആത്മതത്വം കൊടുത്ത് മറയുകയും ചെയ്തു. മൃണാളധവളം, വെളുത്ത നിറമുള്ള താമരപ്പൂ പോലെ ഉള്ളവൻ 1000 ശിരസ്സുകളാൽ സിദ്ധഗണാവൃതന്മാരാൽ സ്തുതിക്കപ്പെട്ടിട്ട് പ്രാദുർഭവൻ ആവിർഭവിച്ചു. അവരാൽ സ്തുതിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്തു? ആത്മതത്വം അനുഗൃഹ്യ തിരോധദാത. ആത്മതത്വത്തെ, ആത്മാവ് മാത്രമാണ് സത്യം എന്നും മറ്റതൊക്കെ മിഥ്യ എന്നുള്ള തത്വത്തെ ഉപദേശിച്ചു കൊടുത്ത് തിരോധാനം ചെയ്യുകയും ചെയ്തു. തദ്ഭക്തമൂലിരഥസോപി ച ലക്ഷലക്ഷം വർഷാണി കർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തപസുന്ദരീഭി സംഗാതിരേകരഹിതോ ലളിതം ചചാര. വാസനകളുടെയൊക്കെ ഫലം പറയുകയാണ് ഇവിടെ. ഇന്ദിരവടിയുടെ ഭക്തന്മാരിൽ ഉത്തമനായിട്ട് ചിത്രകേതു തീർന്നു. നല്ലൊരു ഭക്തനായി. അനന്തനൊക്കെ പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ അനന്തൻ വിഷ്ണു തന്നെയാണ്. വിഷ്ണുവിൻ്റെ ഒരു കലയാണ് ഈ അനന്തനെ. ഇപ്പോൾ ഈശ്വരപ്രസാദം നേടിയപ്പോഴോ ലക്ഷം വർഷാണി, ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആനന്ദിച്ചു. ആയുസ് വളരെയധികം കൂടി. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഇരുന്നത്. അനന്തം അനുഭവിക്കാൻ ആയുസ് വേണ്ടേ. ലക്ഷം വർഷാണി അർഷുലമന, സന്തോഷിച്ചതായ മനസ്സോടുകൂടി എന്തു ചെയ്തു? ഈശ്വര ഗുണങ്ങൾ പാടി നടന്നു. എനിക്കിത്രയും മേന്മ കിട്ടിയത് ആ ഈശ്വര ഉപാസന കൊണ്ടാണ്
എന്ന് എല്ലാവരോടും പറഞ്ഞു. തവ ഗുണഗണം, അങ്ങയുടെ ഗുണഗണങ്ങളെ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം പാടിച്ചു. വിദ്യാധര ആധിപത്യം എന്ന് പറഞ്ഞാൽ അതൊരു അധികാരമുള്ള സ്ഥാനമാണ്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചിട്ട് വിദ്യാധര സ്ത്രീകൾ പ്രവർത്തിക്കണം, അതാണ് ക്രമം. അപ്പോൾ ചിത്രകേതു എന്ത് ചെയ്തു? ഈശ്വര മാഹാത്മ്യം നിങ്ങൾ പാടിൻ, വേറൊന്നും പാടണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അനുസരിക്കണം. അങ്ങനെ തവസുന്ദരീബി തവ ഗുണഗണം സംഗാപയൻ, ആ സ്ഥാനം എന്തിനും ഉപയോഗിച്ചു? ഈശ്വര മാഹാത്മ്യം പാടട്ടെ അങ്ങോട്ട്, അതും ഇതും പാടി നടക്കണ്ട. ഈശ്വര മാഹാത്മ്യം ആ സുന്ദരികളെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് ലളിതം ചചാര, സുഖമായിട്ട് അദ്ദേഹം സഞ്ചരിച്ചു, യാതൊരു അല്ലലും കൂടാതെ സഞ്ചരിച്ചു. സംഗാതിരേകരഹിത ലളിതം ചചാര, എന്നാൽ ഈ സുഖങ്ങളിൽ അത്യാസക്തി ഇല്ലാതെ, അതന്നെയാണ് സർവെന്ന് വിചാരിച്ച് മുഴുകിയില്ല. സംഗാതിരേകരഹിത, സംഘമില്ലാണ്ട് എന്തും അനുഭവിക്കാം എന്നാണ്. സംഘം വരുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ബന്ധിക്കപ്പെടുന്നത്. അതിലൊന്നും അത്യാസക്തി ഇല്ലാതെ ഇതൊക്കെ ഇന്നുണ്ടായിട്ട് നാളെ ഇല്ലാണ്ടാവുന്നതാണ് എന്ന ബോധത്തോടു കൂടി മാത്രം അനുഭവിച്ചു, അതിൽ ലയിച്ചില്ല. സംഗാതിരേകരഹിത ലളിതം ചചാര, സുഖമായിട്ട് വളരെ കാലം സഞ്ചരിക്കുകയും ചെയ്തു. ഭക്തമൗലി, അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമനായിരിക്കുന്ന ചിത്രകേതു, സോപിച്ച ലക്ഷലക്ഷം വർഷാണി അർട്ടുലമന, ലക്ഷലക്ഷം വർഷക്കാലം സന്തോഷിച്ചതായ മനസ്സോടുകൂടി, അർട്ടുലമന ഭുവനേഷു കാമം, ആ ലോകത്തിൽ സഞ്ചരിച്ചത് സന്തോഷത്തോടു കൂടി സഞ്ചരിച്ചു. അങ്ങയുടെ ആ ലീലകൾ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് പാടിച്ചുകൊണ്ട് നടത്തും. ഭുവനേഷു തവ ഗുണഗണം സംഗാപയൻ, അങ്ങയുടെ ഗുണഗണങ്ങളെ പാടിച്ചുകൊണ്ട്. സംഗാപയൻ ഗുണഗണം തവ സുന്ദരീബി, തവ സുന്ദരീബി എന്നല്ല കേട്ടോ, തവ ഗുണഗണം സുന്ദരീബി എന്നാണ്. തവാന്ന് ഗുണഗണത്തോട് ചേർക്കണം എന്നർത്ഥം. വാക്ക് തവാന്ന് തന്നെയാണ്, പക്ഷെ തവ സുന്ദരീബി അല്ല, തവ ഗുണഗണം, തവ അതിനോട് ചേർക്കണം. അങ്ങയുടെ ഗുണഗണം സുന്ദരീബി എന്ന് വേറെ വാക്ക്, നോട്ട് തവ സുന്ദരീബി. ഭഗവാന്റെ സുന്ദരിമാരെ കൊണ്ടല്ലല്ലോ, ഭഗവാന്റെ ഗുണങ്ങൾ. തവ ഗുണഗണം സുന്ദരീബി സംഗാപയൻ, അവിടുത്തെ ഗുണഗണങ്ങൾ സുന്ദരിമാരെ കൊണ്ട് പാടിച്ച്, വിദ്യാധര സ്ത്രീകളെ കൊണ്ട്, സുന്ദരികളായിരിക്കുന്ന വിദ്യാധര സ്ത്രീകളെ കൊണ്ട് പാടിച്ച് അധികം സംഘമില്ല. സംഗാതിരേകരഹിതോ ലളിതം ചചാര, തത്മേ മൃണാടധവളേന തകർത്തശീഷ്ണ, രൂപേണ ബദ്ധനുതിസിദ്ധഗണാമൃതേന പ്രാദുർഭവന്നചിരതോനുത് വിപ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാധ. ആത്മതത്വത്തെ ചിത്രകേതുവിന് ഉപദേശിച്ച് ആ ആദിശേഷൻ അനന്തൻ തിരോധാനം ചെയ്തു, അപ്രത്യക്ഷമായി. തച്ച ഭക്തമൗലിരഥോപിച ലക്ഷലക്ഷം വർഷാണി അർഷ്ടുലമന ഭുവനേഷു കാമം, 8 ലക്ഷം വർഷങ്ങൾ സുഖിച്ചു, സന്തോഷിക്കപ്പെട്ട മനസ്സോടു കൂടിയിട്ട് ഭുവനേഷു കാമം, എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു. എങ്ങനെയാ? തവ ഗുണഗണം സുന്ദരീബി സംഗാപയൻ, അങ്ങയുടെ ഗുണഗണങ്ങൾ സുന്ദരിമാരെ കൊണ്ട് പാടിച്ചിട്ട്, വിദ്യാധര സ്ത്രീകളെ കൊണ്ട് പാടിച്ചിട്ട്. സംഗാപയൻ ഗുണഗണം തവ സുന്ദരീബി സംഗാതിരേകരഹിതോ ലളിതം ചചാര. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.